السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഉസൂൽ സുന്നയുടെ ഷറഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ സ്വഹാബത്തിനെ സംബന്ധിച്ചുള്ള അഹ്ലുസുന്നത്തിന്റെ വീക്ഷണം അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിന്റെ അഖീദ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മത്ന് വാചകങ്ങൾ നമ്മൾ വായിച്ചു. ഇനി അതിന്റെ വിശദീകരണം സുലൈമാൻ റഹീലി ഹഫിളഹുള്ളയുടെ ഷറഹിൽ നിന്നും നമുക്ക് വിശദീകരിക്കണം. ഇനി അതിന്റെ ഷറഹ് നോക്കിക്കോ. നേരത്തെ വായിച്ചത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ പല ആളുകളും തെറ്റിപ്പോയിട്ടുണ്ട്. അഹ്ലുസുന്നത്തിന്റെ അഖീദയിൽ നിന്നും വ്യതിചലിച്ചു പോയിട്ടുണ്ട് പല ആളുകൾ. അതുകൊണ്ട് എന്താണ് അഹ്ലുസുന്നത്തിന്റെ അഖീദ സ്വഹാബത്തിനെ സംബന്ധിച്ച് എന്നുള്ളതാണ് ഉസൂലു സുന്നയിലൂടെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഇനി അതിന്റെ ഷർഹ് നോക്കിക്കോ. തഖദ്ദം മഅനാ ഫിൽ അസ്ലിൽ അവ്വൽ. നേരത്തെ ഒന്നാമത്തെ അസ്ൽ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട്. അന്ന സ്വഹാബത ഹുമുൽ മുഖ്തദാ ബിഹിം ഇൻദ അഹ്ലി സുന്ന. അഹ്ലുസുന്നത്തിന്റെ അടുക്ക് സഹാബത്തിനെയാണ് അനുധാവനം ചെയ്യേണ്ടത്. അതിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. സ്വഹാബത്തിനെ സംബന്ധിച്ചുള്ള അഹ്ലുസുന്നത്തിന്റെ നിലപാട്, അഹ്ലുസുന്നത്തിന്റെ അഖീദ ഈ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടുണ്ട്. ഉസൂലു സുന്നത്തി ഇന്ധന. ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ അടുക്കൽ സുന്നത്തിന്റെ അടിത്തറ അത്തമസ്സുക് ബിമാ കാന അലൈഹി അസ്ഹാബുർ റസൂലി വൽ ഇഖ്തിദാഉ ബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഏതൊന്നിലായിരുന്നോ അവരുടെ ആദർശം, അവരുടെ നിലപാട് മുറുകെ പിടിക്കലാണ്. അതേപോലെ തന്നെ അവരെ മാതൃകയാക്കലുമാണ് നമ്മുടെ അടുക്കൽ സുന്നത്തിന്റെ അടിത്തറ എന്നുള്ളത് നേരത്തെ നമ്മൾ അതിന്റെ വിശദീകരണം പറഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. സുമ്മ ദക്കറ ശൈഖ് ഹുന മിൻ ഉസൂലി സുന്ന അല്ലത്തി അജ്മഅ അലൈഹ അഹ്ലു സുന്ന. ഇനി ഷെയ്ഖ് സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട അഖീദ, ആ അഖീദ എന്നുള്ളത് അഹ്ലു സുന്നത്ത് അതിൽ ഏകോപിച്ചിട്ടുണ്ട്. അതാണ് ഇനി ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. വയജിബു ഇഅ്തിഖാദുഹ. അതുകൊണ്ട് ആ അഖീദ സ്വീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. തഫ്ളീലു സ്വഹാബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഗൈരിഹി. ഇതാണ് വിഷയം. മറ്റുള്ളവരെക്കാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ഫദ്ല് അതാണ് നമ്മുടെ അഖീദയായിക്കൊണ്ട് ഇനി മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് മറ്റുള്ള ആളുകളിൽ നിന്നും, മറ്റുള്ള ആളുകൾ അവരിൽ നിന്നും സ്വഹാബത്തിനെ വ്യത്യസ്തമാക്കുന്നത് എന്തായിരിക്കണം അവരെ സംബന്ധിച്ചുള്ള നമ്മുടെ അഖീദ. ഫഅഫ്ളലുൽ ഉമ്മത്തി ബഅദ നബിയിഹ. ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠൻ ഹും സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളാണ്. വസ്സഹാബിയു ഫീ ബാബി തഫ്ളീൽ ഹുവ. ആരാണ് സ്വഹാബി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുല്ലു മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ ലഹ്ളതൻ മുഅ്മിനൻ ബിഹി വമാത അലാ ദാലിക. നേരത്തെ അത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ മത്ന് വായിച്ചപ്പോൾ അതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടി വിശദീകരിക്കുകയാണ്. കുല്ലു മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയ ഓരോരുത്തരും വലൗ ലഹ്ളതൻ, അതൊരു അല്പസമയമാണെങ്കിലും, മുഅ്മിനൻ ബിഹി, മുഅ്മിനായിക്കൊണ്ട്, വമാത അലാ ദാലിക, മുഅ്മിനായിക്കൊണ്ട് തന്നെ മരിച്ചു പോവുകയും ചെയ്യണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഅ്മിനായി കണ്ടുമുട്ടി, മുഅ്മിനായിക്കൊണ്ട് മരിച്ചുപോയ, അത് വളരെ കുറച്ചു സമയമാണെങ്കിലും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയ
ആളാണ് സ്വഹാബി. അവർക്കാണ് സ്വഹാബികൾ എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് സ്വഹാബി? അതിപ്പോ പഠിച്ചു. കുല്ലു മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ ലഹ്ലതൻ മുഅ്മിനൻ ബി വമാത അലാ ദാലിക്. അപ്പൊ അത് പഠിച്ചേക്കണം. ആരാണ് സ്വഹാബി എന്നുള്ളത് ചോദിച്ചാൽ ഇനി നമുക്കതിന്റെ ഉത്തരം പറയാൻ കഴിയും. ഇവിടെ വലൗ ലഹ്ലതൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ തന്നെ വമാത അലാ ദാലിക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതല്ലാത്ത ആളുകളും ഉണ്ടായിട്ടുണ്ട്. കുല്ലു മൻ ലഖിയ, ആ പ്രയോഗത്തെ വിശദീകരിക്കുകയാണ്. ഹാദാ അഫ്ളലു, ഇങ്ങനെ പ്രയോഗിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. മിൻ ഖൗലി ബഅലി അഹ്ലിൽ ഇൽമി, അഹ്ലുൽ ഇൽമിൽപ്പെട്ട ചില ആളുകൾ വേറൊരു ഖൗല് കൂടി പറഞ്ഞിട്ടുണ്ട്. കുല്ലു മൻ റഅ, കുല്ലു മൻ ലഖിയ എന്നതിന് പകരം അഹ്ലുൽ ഇൽമിൽപ്പെട്ട ചില ആളുകൾ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? കുല്ലു മൻ റഅ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിഅന്ന ഖൗലന കുല്ലു മൻ ലഖിയ, അതാണ് അഫ്ളൽ എന്ന് പറയാനുള്ള കാരണം. കുല്ലു മൻ ലഖിയ എന്ന് പ്രയോഗിക്കുമ്പോൾ യദ്ഖുലു ഫീഹിൽ അൽഅമ, അതിലാരും കൂടി പ്രവേശിക്കും? അഅമ, കണ്ണ് കാണാത്ത ആൾക്കാർ വരെ അതിന്റെ പരിധിയിൽപ്പെടും. ഫൈനൽ അഅമ യൽഖാഹു വലാ യറാഹു, കാരണം കണ്ണ് കാണാത്തവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ധിച്ചിട്ടുണ്ട്, ലിഖാ ഉണ്ട്, വലാ യറാഹു, പക്ഷെ അദ്ദേഹത്തെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. വഹുവ മിനസ് സ്വഹാബത്തി, അദ്ദേഹം സ്വഹാബി തന്നെയാണല്ലോ. ഫഹാദ അദഖ്, അതുകൊണ്ട് ഇതാണ് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള പ്രയോഗം. ഏത്? കുല്ലുമൻ ലഖിയ. കുല്ലുമൻ റഅ എന്നതിനേക്കാൾ നല്ലത് എന്താണ്? അദഖായിട്ടുള്ള പ്രയോഗം കുല്ലുമൻ റഅ, കുല്ലുമൻ ലഖിയ എന്നുള്ളതാണ്. കാരണം റഅ എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു അങ്ങനെ പ്രയോഗിച്ച ആളുകളുണ്ട്. കുല്ലുമൻ ലഖിയ, അതിൻ്റെതായ വിശദീകരണങ്ങൾ അവർ പറയുന്നുണ്ട്. കുല്ലുമൻ റഅ എന്ന് പ്രയോഗിച്ച ആളുകളുണ്ട്, രണ്ടും പ്രയോഗിച്ച ആളുകളുണ്ട്. അപ്പൊ കുല്ലുമൻ ലഖിയ എന്ന് പറയുമ്പോൾ അതിൽ ആര് കൂടി ഉൾപ്പെടും? അന്ധരായിട്ടുള്ള ആളുകൾ വരെ പെടും. അപ്പൊ ഒന്നുകൂടി അദഖ് എന്നുള്ളതാ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും മറ്റത് തെറ്റാണെന്നുള്ളതല്ല, ഒന്നുകൂടി സൂക്ഷ്മമായിട്ടുള്ള പ്രയോഗം കുല്ലുമൻ ലഖിയ എന്നുള്ളത്. കുല്ലുമൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ ലഹ്ലതൻ മുഅ്മിനൻ ബിഹി. ഇനി അതിന്റെ ശറഹ്, അതായത് ലൗ റആഹു ലഹ്ല, കണ്ടുമുട്ടിയിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടത് വളരെ കുറച്ച് സമയമാണെങ്കിൽ പോലും, ലഹ്ലത്ത് സെക്കൻഡ്, മിനിറ്റ്, വളരെ കുറച്ച് സമയം, അതൊക്കെ ലഹ്ലത്താണ്. കാരണം ബഅദു സ്വഹാബത്തി കാനു ആമനു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബികളിൽപ്പെട്ട ചിലർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. വഹും ബഈദൂന അനിൽ മദീന, അവർ മദീനത്തിൽ നിന്ന് ദൂരെയാണ്. മറ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹജ്ജ്, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലൂടെ ഹജ്ജിന്റെ സമയത്തൊക്കെ അവരിലൂടെ കടന്നു പോകും. ഫീ ത്വരീഖിഹി ലിൽ ഹജ്ജ്, ഹജ്ജിന്റെ ആ വഴിയിൽ വെച്ചൊക്കെ അവരെ കാണും. ഫറഅഹു മാ ദാമ ഇജ്തമഅൽ ഈമാൻ വൽ ലുഖിയ വലൗ ലഹ്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈമാനുണ്ട്, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടും. അപ്പൊ അത് ഹജ്ജിന്റെ സന്ദർഭത്തിലായിരിക്കും ചിലപ്പോ, അത് വലൗ ലഹ്ല, വളരെ കുറഞ്ഞ സമയമാണെങ്കിലും. ഹസ്വലത്തി സുഹബ, അവർക്ക് ആ സുഹബത്തിന്റെ പദവിയുണ്ട്. ഫീ ബാബിൽ ഫളീല, ആ സ്വഹാബത്തിനെ പറഞ്ഞിട്ടുള്ള ഫദലുകൾ എന്തെല്ലാം ഉണ്ടോ ആ ഫളീലത്തൊക്കെ ആ കുറഞ്ഞ സമയം കണ്ടുമുട്ടിയ ആൾക്കും ബാധകമാണ് എന്നർത്ഥം. ആ സ്വഹാബത്തിന്റെ ഫളീലത്തിനെ കുറിച്ച് പറയുന്ന ഹദീസുകളൊക്കെ വളരെ കുറഞ്ഞ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയ ആൾക്കും കിട്ടുന്നർത്ഥം. മനസ്സിലാണ്ടല്ലോ? അപ്പൊ അങ്ങനെ കുറഞ്ഞ സമയം, ഇങ്ങനെ ഹജ്ജിന്റെ സന്ദർഭത്തിലൊക്കെ ഒരൊറ്റ നോട്ടം കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ. അത് മുഅ്മിനായിക്കൊണ്ടാണ്, മുഅ്മിനായിക്കൊണ്ട് തന്നെ മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് സമയമാണെങ്കിലും എന്താണ്, അവരും ഇതിന്റെ പരിധിയിൽ പെടുമെന്നർത്ഥം. സ്വഹാബികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഫള് അവർക്ക് കൂടി ബാധകമാണ് എന്നർത്ഥം. അപ്പൊ ഇനി അതിലൊരു സംശയം വേണ്ടെന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കുറെ കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സ്വഹബത്ത് ഉണ്ടെങ്കിലേ സ്വഹാബിയാവുകയുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഫഹാദ സ്വഹാബി, ഇദ്ദേഹവും സ്വഹാബിയാണ്. സ്വഹീബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സഹവസിച്ചു. തഖദ്ദമ അലാ ഗൈരിഹി വഫാഖ ഗൈറഹു, അപ്പോ ഇവര് മറ്റുള്ളവരെക്കാൾ മികച്ചവർ തന്നെയാണ്, മറ്റുള്ളവരെക്കാൾ ഫളലുള്ളത് ഇവർക്ക് തന്നെയാണ്. വഅജ്മഅ അഹ്ലുസ് സുന്നഹ വൽ ജമാഅ അലാ അന്ന സ്വഹാബത മഅ തഫ്ളീലിഹിം അലാ ഗൈരിഹിം മുതഫാവിതൂന ഫിൽ ഫളി. അത് മനസ്സിലാക്കണം. അപ്പൊ ആദ്യം പറഞ്ഞു, മൊത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നീട് ആ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠര് സ്വഹാബത്താണെന്ന് പറഞ്ഞു. ഇനി ആ സ്വഹാബികള് രണ്ടാമത് പറഞ്ഞ പോയിന്റ് ഇതാണ്, എന്ത്? മഅ തഫ്ളീലിഹിം അലാ ഗൈരിഹിം മുതഫാവിതൂന ഫിൽ ഫളി. ഇവരെന്തുണ്ട്? ഇനി ഈ സ്വഹാബികൾക്കിടയിൽ തന്നെ എന്തുണ്ട്? ഫളലിന്റെ കാര്യത്തിൽ ഏറ്റവും വ്യത്യാസങ്ങളുണ്ട്. എല്ലാ സ്വഹാബികൾക്കും ഒരേ ഫളലാണുള്ളത് അല്ല, സ്വഹാബികൾക്കിടയിൽ തന്നെ ഫളലിന്റെ കാര്യത്തിൽ തഫാവുത്തുണ്ട്. ഫകുല്ലുഹും ഫാദിലുൻ, എല്ലാവരും ശ്രേഷ്ഠരാണ്. ലിൽ ഫൗസി ബിസുഹ്ബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബികൾ ആരൊക്കെയാണ് അവർക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്തിന്റെ ശ്രേഷ്ഠത ഉണ്ട്. വലാകിൻ ബഅദുഹും അഫ്ളലു മിൻ ബഅദിൻ, എന്നാൽ ചിലർ
ചില സഹാബികൾ മറ്റു ചില സഹാബികളെക്കാൾ ശ്രേഷ്ഠരാണ്. ഏതുപോലെ മിസ്ലർ റുസുൽ യാ ഇഖ്വ, ഏതുപോലെ പ്രവാചകന്മാരെ പോലെ കുല്ലുഹും ഫാദിലുൻ ലാക്കിൻ ബഅദുഹും അഫ്ളലു മിൻ ബഅദിൻ. അല്ലെ, പ്രവാചകന്മാർക്ക് ചില പ്രവാചകന്മാർക്ക് മറ്റു ചില പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠത ഉണ്ട്. ഇപ്പൊ നബിമാരെക്കാൾ ശ്രേഷ്ഠത ഉണ്ട് ആര്? റസൂലുകൾ. ആ റസൂലുകൾ തന്നെ എല്ലാവരും ഒരേപോലെയാണോ? ആ റസൂലുകൾക്കിടയിൽ തന്നെ ഫദ്ലിന്റെ കാര്യത്തിൽ എന്തുണ്ട്? ശ്രേഷ്ഠതകളുണ്ട്. ഇപ്പൊ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ആ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരിൽ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന്റേതായ ശ്രേഷ്ഠതകളുണ്ട്. അപ്പൊ അതേപോലെ സഹാബികൾക്കിടയിലുണ്ട്. അൽ ഖുർആൻ കുല്ലുഹു ഫാദിലുൻ ലാക്കിൻ ബഅദുഹു അഫ്ളലു മിൻ ബഅദിൻ. അതേപോലെ തന്നെയാണ് എന്ത്? ഖുർആനിലെ ചില സൂറത്തുകൾക്ക് മറ്റു ചില സൂറത്തുകളെക്കാൾ ഫദ്ലുണ്ട്, ചില ആയത്തുകൾക്ക് മറ്റു ചില ആയത്തുകളെക്കാൾ ഫദ്ലുണ്ട്. അപ്പൊ അത് അഹ്ലു സുന്നത്തിന്റെ അഖീദയാണ്. അതേപോലെ തന്നെ സ്വഹാബികളെ സംബന്ധിച്ച് എന്തുണ്ട്? സ്വഹാബികൾക്ക് അത് അവരുടേതായ ശ്രേഷ്ഠതകളുണ്ട്. ആ സ്വഹാബികൾ തന്നെ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ വ്യത്യസ്തരാണ്. എല്ലാവർക്കും ഒരേ ഫദ്ലല്ല അല്ല ഉള്ളത്. അതുകൊണ്ട് വസ്സഹാബത്തു യതവാഫതൂന ഫിൽ ഫദ്ലി ഫഅഫ്ളലു സ്വഹാബത്തി അബൂബക്കർ, അതിൽ സംശയമില്ല. അപ്പൊ അവർ ഫദ്ലിന്റെ കാര്യത്തിൽ ഏറ്റ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളൽ ആരാണ്? അബൂബക്കർ, സുമ്മ ഉമർ, സുമ്മ ഉസ്മാൻ. വഹാദാ അത്ബഖ അലൈഹി സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അംഗീകരിച്ചിട്ടുള്ള കാര്യം. അത്ബഖ അലൈഹി, അത്ബഖ അല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ സ്വഹാബികളുടെ കൂട്ടത്തില് ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, രണ്ട് ഉമർ റളിയല്ലാഹു, മൂന്നാമത്തത് ഉസ്മാൻ റളിയല്ലാഹു. മനസ്സിലാണ്ടല്ലോ? അപ്പൊ ഇത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. ഇതിങ്ങനെ തന്നെ വിശ്വസിക്കണം എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്തിന്റെ അഖീദയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരണത്തിൽ വരും. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളൽ. ഇനി ഈസാ നബി അലൈഹിസ്സലാം വരും എന്ന് പറഞ്ഞു. ലോകം അവസാനിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഖിയാമത്ത് നാളിന്റെ രണ്ട് തരത്തിലുള്ള അലാമാത്തുകളുണ്ട്. ഒന്ന് അലാമാത്തു സുഗറ, രണ്ടാമത്തത് അലാമാത്തുൽ കുബറ. അതിന്റെ അലാമാത്തുൽ കുബറയിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ അമാറാത്തുൽ കുബറയിൽപ്പെട്ടതാണ് നുസൂലു ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവ്. അങ്ങനെ വരുമ്പോ അവിടെ ശ്രേഷ്ഠത ആർക്ക് തന്നെയാണ്? ഈസാ നബി അലൈഹിസ്സലാമിന് തന്നെയാണ്. കാരണം അദ്ദേഹം നബിയാണ്, അദ്ദേഹം റസൂലാണ്. അപ്പൊ അത് ഇതിനെതിരാകുന്നില്ല, അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു, സുമ്മ ഉസ്മാൻ. ഇത് സഹാബത്ത് തന്നെ അംഗീകരിച്ചതാണ്. സുമ്മ ബഅദു അഹ്ലുസ് സുന്ന യസ്കുതൂൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് ശേഷം അഹ്ലുസ് സുന്നയിൽപ്പെട്ട ചില ആളുകള് മൗനം പാലിക്കും. അതെന്തിനാ മൗനം പാലിക്കുന്നത്? യസ്കുതൂന ഇത്തിബാഅ ലിൽ അസർ, അവര് അസറിനെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ്. ഈ അഹ്ലുസ് സുന്നത്തിന്റെ ഒരു പ്രത്യേകത ആണ്, അസറാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ്. തെളിവുകൾ, പ്രമാണം. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് നിർത്താൻ കാരണം എന്താ? അത് അലി റളിയല്ലാഹു അൻഹുവിന് ശ്രേഷ്ഠത അല്ലാത്തത് കൊണ്ടല്ല, അസർ അങ്ങനെ ആയതുകൊണ്ട്. ഇത്തിബാ ലിൽ അസർ. ആ സംശയം ഇവിടെ സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ തീർത്തേരാണ്. വബഅദുഹും യസീദൂന അലി റളിയല്ലാഹു അൻഹു. ചില ആളുകൾ എന്ത് പറയും? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു എന്നുള്ളത് വർദ്ധിപ്പിക്കാറുണ്ട്. ചില ആളുകൾ എന്ത് പറയും? ഉസ്മാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ മൗനം പാലിക്കും. അതെന്തുകൊണ്ടാണ്? അസറിനെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ്. നേരത്തെ നമ്മൾ ഇമാം മാലിക്കിന്റെ ഒരു സംഭവം പറഞ്ഞു. അദ്ദേഹം അലീമാനു യൻഖുസു, അല്ല അലീമാനു യസീദു, യൻഖുസു എന്നുള്ളത് പറയാതെ അലീമാനു യസീദ് എന്ന് പറഞ്ഞിട്ട് അവിടെ വഖഫ് ചെയ്യും, ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട്. അത് അദ്ദേഹത്തിന് അഹ്ലു സുന്നത്തിന്റെ അഖീദക്ക് വിരുദ്ധമായ നിലപാടുണ്ടായത് കൊണ്ടല്ല എന്നുള്ളത് പറഞ്ഞു. പിന്നെന്താ? അത് ഇത്തിബാഅലിൽ അസർ. അത്രക്കും സൂക്ഷ്മതയായിരുന്നവർക്ക് ഓരോ ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നിടത്തുള്ള സൂക്ഷ്മതയാണത്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ കാണാം. അവർക്ക് അതിനെ സംബന്ധിച്ച് അറിയാഞ്ഞിട്ടോ അവരത് സംബന്ധിച്ച് കാണാഞ്ഞിട്ടോ പഠിക്കാഞ്ഞിട്ടോ ഒന്നുമല്ല. എന്നാൽ മറ്റൊരു റിവായത്തിൽ അദ്ദേഹം അത് അലീമാനു യൻഖുസു വയസീദു എന്ന് പറഞ്ഞത് തന്നെ അതാണ് സ്വരീഹത്ത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. അപ്പൊ ഈ അസറിനെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ് എന്ത് അവിടെ വഖഫ് ചെയ്യുന്നതെന്ന് അർത്ഥം. ഉസ്മാൻ റളിയല്ലാഹു എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നത്. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും? അലി റളിയല്ലാഹു അൻഹു എന്നുള്ളത് പറയും ചെയ്യും. വലിമാം അഹ്മദ് റഹിമഹുല്ലാ കാന യൽസമുൽ അസർ. ഇവിടെ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അസർ മുറുക്കി പിടിക്കുന്ന ആളാണ്. ഫഖാന യഖൂൽ, അദ്ദേഹം പറയും. അപ്പോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അസർ ഇത്തിബാ ചെയ്യുന്ന ആളാണ്, അതിൽ കണിശതയുള്ള ആളാണ്. ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് എന്താണ്? ഇമാമു സുന്ന എന്നാണ്. ഇമാമു സുന്ന. അതിന് പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണം അതാണ്. മാത്രമല്ല അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്നുള്ളത് എല്ലാ ബിദ്അത്തിന്റെ ആൾക്കാരും രംഗത്ത് വന്നിരുന്ന ഒരു കാലഘട്ടമാണ്. അറിയാലോ, അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബിദ്അത്തുകൾ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ്, എല്ലാ ബിദ്അത്തുകളും നടമാടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒറ്റക്ക് ഈ ആദർശം
പ്രമാണബദ്ധമായിക്കൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ പ്രഖ്യാപിക്കണം. അദ്ദേഹത്തിന് ഇമാം സുന്ന എന്ന് പേര് കിട്ടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന്റെ ചില കാരണങ്ങളാണ് ഇത് മാത്രം. അവിടെ എന്താണ് ഹക്ക് എന്നുള്ളത് അദ്ദേഹം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ അത് മറ്റൊരു ചരിത്രമാണ്. ഫകാന യഖൂലു, അദ്ദേഹം പറയുമായിരുന്നു, ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അഫ്ളലുൽ ഉമ്മത്തി ബഅദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സുമ്മ ഉമർ സുമ്മ ഉസ്മാൻ സുമ്മ യസ്കുത്ത് എന്നുള്ളത് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അപ്പൊ അത് അസറിനെ ഇത്തിബാ ചെയ്തിട്ടാണ്. ലാകിൻ ലാ യഈബു അലാ മൻ ഖാല സുമ്മ അലി, അവിടെ ഒരാൾ വഖഫ് ചെയ്യാതെ, ഒരാൾ അവിടെ നിർത്താതെ മൂന്നാമത്തെ ഉസ്മാനിന് ശേഷം അലി എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ആക്ഷേപിക്കേണ്ടതില്ല. അത് അങ്ങനെ തന്നെയാണ്. ഇനി അത് ഇതിന്റെ വിശദീകരണത്തിൽ വരുന്നുണ്ട്. അവർക്കിടയിലുണ്ടായിരുന്ന ഖിലാഫ് അത് തീർന്നിട്ടുണ്ട്. ഇദൻ തവഖുഫുഹു റഹ്മഹുല്ലാഹ് ഔ വുഖൂഫുഹു റഹ്മഹുല്ലാഹ്. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് പിന്നീട് മൗനം പാലിക്കാനുള്ള കാരണം, തവഖുഫാക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അവിടെ പിന്നെ മൗനം പാലിക്കുക. അതെന്തുകൊണ്ടാണ്? അദമി ഫദീലത്തി അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന് ഫദലില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഫദൽ അദ്ദേഹം അംഗീകരിക്കാത്തത് കൊണ്ടല്ല. വഇന്നമാ ഇത്തിബാഅൻ ലിൽ അസർ, തീർച്ചയായും അദ്ദേഹം അസറിനെ പിൻപറ്റിക്കൊണ്ട് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? മൗനം പാലിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് വേറെ ഒരുപാട് റിപ്പോർട്ടുകളിൽ അത് വന്നിട്ടുണ്ട് കേട്ടോ. ഇമാം അഹ്മദ് ബിൻ ഹംബലിൽ തന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ എന്ത് വന്നിട്ടുണ്ട്? ആ ഭാഗം വിശദീകരിച്ച് കാണാം. ഫഖദ് ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അവിടെ അസർ പറഞ്ഞല്ലോ. ഏതാണ് അസർ? ആ അസറിനെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ് അഹ്മദ് ബിൻ ഹംബൽ അങ്ങനെ പറയുന്നത്. കാരണം അസറിനെ ഇത്തിബാ ചെയ്യുന്ന കാര്യത്തിൽ സ്ട്രോങ് ആയ നിലപാടായിരുന്നു ആർക്കുണ്ടായിരുന്നത്? അഹ്മദ് ബിൻ ഹംബൽ ഉണ്ടായിരുന്നത്. ഏതാണ് അസർ? കുന്നാനഖൂലു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറയാറുണ്ട്, അഫ്ളലു ഉമ്മത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആൾ ബഅദഹു അബൂബക്കറിൻ, ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ട്. സുമ്മ ഉമർ സുമ്മ ഉസ്മാൻ എന്നുള്ളത് ഞങ്ങൾ പറയാറുണ്ട്. ഈ അസറിനെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ്, ഇതിനെ അവലംബിച്ചുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞതിന് ശേഷം വഖഫ് ചെയ്തത്, പിന്നീട് മൗനം പാലിച്ചു എന്ന് പറഞ്ഞത്. അബൂദാവൂദ് ശൈഖ് അൽബാനി സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസ്. വഇൻദ അഹ്മദ്, മറ്റൊരു അസർ അഹ്മദ് മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, കുന്നാ നഉദ്ദു, ഞങ്ങൾ എണ്ണി പറയാറുണ്ടായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ, വഅസ്ഹാബുഹു മുതവാഫിറൂൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അന്ന് എമ്പാടുമുണ്ട്, അബൂബക്കറിൻ വഉമറു വഉസ്മാനു സുമ്മ നസ്കുത്ത്. ഇതൊക്കെയാണ് അതിന്റെ അസർ. അബൂബക്കർ ഏറ്റവും ശ്രേഷ്ഠൻ, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പിന്നീട് ഞങ്ങൾ മൗനം പാലിക്കുമായിരുന്നു. അപ്പൊ ഈ വിഷയത്തിൽ ഇങ്ങനെ അസറുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ആ അസറുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അതല്ലാതെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഫദലിനെ ഇവിടെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ആ സംശയം നമ്മൾ തീർത്തിരണം. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറയാത്തത് എന്നുള്ളൊരു സംശയം ആർക്കും വേണ്ട. വഖദ് വഖഅ ഖിലാഫ് ഉണ്ടായിട്ടുണ്ട് ബൈന അഹ്ലി സുന്ന ഫിൽ അഫ്ളൽ, ആരാണ് ശ്രേഷ്ഠൻ, അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം പിന്നീട് ആരാണ് അഫ്ളൽ എന്നുള്ളതിൽ ഖിലാഫ് ഉണ്ടായിട്ടുണ്ട് അഹ്ലു സുന്നത്തിനിടയിൽ. ഹലിൽ അഫ്ളൽ ബഅദ ഉമർ, ഉമർ റളിയല്ലാഹുവിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠൻ അലി സുമ്മ ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു ആണോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ? അതിൽ ഖിലാഫ് ഉണ്ടായിട്ടുണ്ട് അഹ്ലു സുന്നത്തിനിടയിൽ. അജ്മഈൻ ഔ ഉസ്മാൻ സുമ്മ അലി, അല്ലെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ പിന്നെ അലിയാണോ? അവ ഈ വിഷയത്തിൽ ആരാണ് അഫ്ളൽ എന്നുള്ളതിൽ അഹ്ലു സുന്നത്തിനിടയിൽ എന്തുണ്ടായിട്ടുണ്ട്? ഖിലാഫ് ഉണ്ടായിട്ടുണ്ട്. യാഇനി യാ ഇഖ്വാ ഇത്തഫഖ അഹ്ലു സുന്ന വൽ ജമാഅ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഏകോപിച്ചിരിക്കുന്നു അലാ അന്നഹും ഫി ഇസ്തിഹ്ഖാഖിൽ ഖിലാഫത്തി അല തർതീബി, ഖിലാഫത്തിന്റെ കാര്യത്തിൽ അവർ അർഹരാണ് എന്നുള്ളതിൽ ഏകോപിച്ചിട്ടുണ്ട്. ഏത് തർത്തീബ് അനുസരിച്ച്? ഖിലാഫത്തിന്റെ കാര്യത്തിൽ അബൂബക്കർ സുമ്മ ഉമർ സുമ്മ ഉസ്മാൻ സുമ്മ അലി റളിയല്ലാഹു അൻഹു അജ്മഈൻ. ലാകിൻ ഫിൽ ഫളീല, എന്നാൽ ഫളീലത്തിന്റെ കാര്യത്തിൽ ഇത്തഫഖ അഹ്ലു സുന്ന വൽ ജമാഅ അലാ തഖ്ദീം അബൂബക്കർ സുമ്മ ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അഫ്ളൽ എന്നുള്ളതിൽ ഏകോപിച്ചിട്ടുണ്ട്, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നുള്ളതിൽ ഏകോപിച്ചിട്ടുണ്ട്. അതിൽ തർക്കമല്ല. സുമ്മ വഖഅ ഇഖ്തിലാഫുൻ യസീർ, പിന്നീട് ചെറിയൊരു ഖിലാഫ്, അഭിപ്രായ വ്യത്യാസം. ഫഅക്സറു അഹ്ലുസുന്ന വൽ ജമാഅ യഖൂലൂൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട അധിക പേരും യഖൂലൂൻ, അവർ പറയുന്നത് എന്താണ്? സുമ്മ ഉസ്മാൻ സുമ്മ അലി, അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പിന്നെ അലി റളിയല്ലാഹു അൻഹു. വബഅദു അഹ്ലുസുന്ന വൽ ജമാഅ കാനു യഖൂലൂൻ, എന്നാൽ അഹ്ലുസുന്നത്തിൽപ്പെട്ട ചില ആളുകൾ പറയാറുണ്ട് സുമ്മ അലി സുമ്മ ഉസ്മാൻ, അവിടെ ഉസ്മാനിനേക്കാൾ അലിനെ മുന്തിക്കുന്ന ആളുകളുണ്ട്. അതിലാണ് ഖിലാഫ് ഉള്ളത്. വഹാദൽ ഖിലാഫ് ഖദ് ഇൻതസറ, എന്നാൽ ഈ ഖിലാഫ് ഇല്ലാതായിട്ടുണ്ട്. വഅജ്മഅ അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്
ഏകോപിച്ചിട്ടുണ്ട്. അലാന്ന തർത്തീബഹും ഫി തഫ്ലീലി, ഫദലിന്റെ കാര്യത്തിലുള്ള അവരുടെ തർത്തീബ് ഏതുപോലെയാണ്? തർത്തീബിഹിം ഫിൽ ഖിലാഫ, ഖിലാഫത്തിന്റെ കാര്യത്തിലുള്ള തർത്തീബ് പോലെ തന്നെയാണെന്നുള്ളതിൽ ഏകോപിച്ചിട്ടുണ്ട്. അപ്പൊ അഭിപ്രായ വ്യത്യാസം ഇല്ലാതായിട്ടുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ എന്നുള്ളതിൽ ഏകോപിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വിഷയത്തിന്റെ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയോ? ഖിലാഫ് ഉണ്ടായിട്ടുള്ളത് ഏത് കാര്യത്തിലാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. പിന്നീട് ഖിലാഫ് ഉണ്ടായിട്ടുള്ളത് ഏത് കാര്യത്തിലാ? ഖിലാഫത്തിന്റെ കാര്യത്തിലാണോ ഫദലിന്റെ കാര്യത്തിലാണോ? അവിടെ രണ്ടാണ് വിഷയം. കാരണം അഹ്ലുസുന്നത്തിന്റെ അഖീദ എന്താന്നുള്ളത് നമ്മളത് ഇങ്ങനെ തന്നെ പഠിച്ചു പോകണം. രണ്ട് വിഷയമാണ്. കാരണം ഷിയാക്കളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ IPH സാഹിത്യമൊക്കെ വായിച്ചിട്ടുള്ള ചില ആളുകൾ വേണ്ട, അതല്ലാത്ത ആളുകൾക്കിടയിൽ തന്നെ തെറ്റിദ്ധാരണ ഉള്ള ഒരാളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ഞാനിതിന് വായിച്ച് തീർത്തിട്ട് അതൊന്നും പറയാതെ പോകാൻ പറ്റില്ല. മുആവിയ റളിയല്ലാഹു, മുആവിയ എന്നുള്ളത് ചില ആൾക്കാർ പറയുന്നതിന് മുആവിയ, നമ്മളെ നാട്ടിലൊക്കെ ഇബ്രാഹിം അഹമ്മദ് മുഹമ്മദ് എന്നൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അത് ചില ആളുകൾ ഷിയാക്കൾ, ആ ഷിയാക്കളുടെ ആദർശം കടമെടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മോശമായിട്ട് പ്രചരിപ്പിക്കുക, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മോശമായിട്ട് പ്രചരിപ്പിക്കുക, സഹാബികളിൽപ്പെട്ട വേറെ ചില ആളുകളെ പറ്റി ഇങ്ങനെ അനാവശ്യം പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. അപ്പൊ അതാരാണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങൾ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അഹ്ലുസുന്നത്തിന്റെ ഇടയിൽ ഖിലാഫ് ഉണ്ടെന്ന് പറഞ്ഞത് ഫദലിന്റെ കാര്യത്തിലാണ്, ഖിലാഫത്തിന്റെ കാര്യത്തിലല്ല. രണ്ടാണ് വിഷയം. ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം പിന്നീട് അഫ്ളൽ ആരാണ്? ആ ഖിലാഫ് ഉള്ളത് അഫ്ളലിയത്തിന്റെ കാര്യത്തിലാണ്. ഖിലാഫത്തിന്റെ കാര്യത്തിൽ പിന്നെ അഹ്ലുസുന്നത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖലീഫ ആരാണ്? ആ ഖിലാഫത്തിന്റെ കാര്യത്തിൽ അഹ്ലുസുന്നത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. തെറ്റിദ്ധരിക്കരുത്, രണ്ട് വിഷയമാണ്. കാരണം അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ട്. അവര് പറയാറുള്ളത് എന്താ വെച്ചാൽ അലി റളിയല്ലാഹു അൻഹുവിനാണ് ഖിലാഫത്ത് കിട്ടേണ്ടത്. കാരണം അഹ്ലുസുന്നത്തിന്റെ ആളുകൾക്കിടയിൽ തന്നെ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്. അലി റളിയല്ലാഹു അൻഹു ആണോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്? അല്ല. അഹ്ലുസുന്നത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം പിന്നീട് സഹാബികളിൽ ശ്രേഷ്ഠൻ ആരാണ് എന്നുള്ള കാര്യത്തിലാണ്. അതല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം പിന്നീട് ഖലീഫയാകേണ്ടത് ആരാണ് എന്നുള്ള കാര്യത്തിലല്ല അഹ്ലുസുന്നത്തിന്റെ ഇടയിൽ ഖിലാഫ് ഉള്ളത്. രണ്ട് വിഷയമാണ്. ഒന്ന് മറ്റേത് രണ്ടാണ് വിഷയം. ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖലീഫയാകേണ്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെയാണ് എന്നുള്ളതിൽ അഹ്ലുസുന്നത്തിന്റെ ആളുകൾക്കിടയിൽ ഖിലാഫില്ല. പിന്നെ ഖിലാഫുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം പിന്നീട് അഫ്ളൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ അലി റളിയല്ലാഹു അൻഹു ആണോ? ആ അഭിപ്രായ വ്യത്യാസം ഇല്ലാതായി എന്നുള്ളത് ഇവിടെ വിശദീകരിച്ചു. ആ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതായി. കാരണം തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് ഫദ്ൽ ആർക്ക് തന്നെയാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പിന്നീട് അലി റളിയല്ലാഹു അൻഹു. അതാണ് അഹ്ലുസുന്നത്ത് ഏകോപിച്ചിട്ടുള്ളത്. ഈ ഫദ്ലിന്റെ കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ചില ചർച്ചകളുണ്ട്. അവസാനം അഹ്ലുസുന്നത്തിന്റെ ആൾക്കാരെ ഏകോപിച്ചിട്ടുള്ളത് ഏത് വിഷയത്തിലാ ചോദിച്ചാൽ ഖിലാഫത്തിന്റെ കാര്യത്തിൽ അവർ ഏതുപോലെയാണോ അതേപോലെ തന്നെയാണ് എന്ത് ഫദ്ലിന്റെ കാര്യത്തിൽ. അത് തന്നെയാണെന്ത് ഭൂരിപക്ഷം അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഉദാഹരണമായിട്ട് ഇബ്നു ഹജർ പറഞ്ഞു, ഇത് പറയാനുള്ള കാരണം എന്താ പറയുക, ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള ഏതെങ്കിലും വിഷയത്തിൽ ഇപ്പൊ ഇനി അത് വരുന്നുണ്ട്. ഇതാണ് ഇമാം മാലിക് ഈ വിശദീകരണത്തിലല്ല വരുന്നത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ഇതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഫളീലത്തിന്റെ കാര്യത്തിൽ അലി റളിയല്ലാഹു അൻഹു ആണോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ? അദ്ദേഹത്തിൽ റിപ്പോർട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആര്? അലി റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എന്നാൽ അദ്ദേഹം അഭിപ്രായത്തിൽ നിന്ന് മടങ്ങിയെന്നാണ്. വറുവിയ അനിൽ ഇമാം അബി ഹനീഫ തഖ്ദീം അലി അലാ ഉസ്മാൻ ഫിൽ ഫളീല, ഫളീലത്തിന്റെ കാര്യത്തിലാണത്. അബൂ ഹനീഫക്ക് ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം. വറുവിയ അൻഹു അദ്ദേഹത്തിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അന്നഹു റജ, അദ്ദേഹം അഭിപ്രായത്തിൽ നിന്ന് മടങ്ങി. വവാഫഖൽ ജുംഹൂർ, അഹ്ലുസുന്നത്തിലെ ജുംഹൂർ ഭൂരിഭാഗം ഉലമാക്കളോട് പിന്നീട് അദ്ദേഹം യോജിച്ചു. അദ്ദേഹത്തിന്റെ കൗല് അദ്ദേഹം യോജിച്ചു എന്നുള്ളത് ആരുടെ? അബൂ ഹനീഫയുടെ കൗല് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പൊ ഇവരുടെ ഈ ഹദീസ് നിഷേധികളാണെങ്കിലും എന്ത് ചെയ്യുന്നത്, ഈ അബൂ ഹനീഫയുടെ കൗലിട്ട് എടുക്കും. കണ്ടോ? അപ്പൊ എന്തുണ്ട്? അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫ് ഉണ്ട്. അപ്പൊ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ നിന്ന് മടങ്ങി എന്നുള്ളതാണ്. അദ്ദേഹം അഭിപ്രായത്തിൽ നിന്ന് മടങ്ങി. ഈ ഹദീസ് നിഷേധികളും ഖണ്ഡിക്കുന്ന പിന്നെ ഈ ഹദീസുകളെ നിഷേധിക്കുന്ന ഒരു രീതിയാണത്. അങ്ങനെ ആരെങ്കിലും ഒരു വിമർശനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? അഹ്ലുസുന്നത്തിന്റെ വേറെ ഉലമാക്കൾ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആ വിമർശനം എടുത്ത് ഉദ്ധരിക്കാൻ പറ്റും. അവരാ വിമർശനം എടുത്ത് ഇന്ന ആള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
ആ പറഞ്ഞതിന് അഹ്ലുസുന്നത്തിന്റെ ആൾക്കാർ മറുപടി പറഞ്ഞിട്ടുണ്ട്, അതവർ പറയില്ല. അപ്പൊ അതൊരു ശരിയായ നിലപാടല്ല, ശരിയായ രീതിയല്ല അത്. അപ്പൊ അവിടെ ആ വിഷയത്തിൽ നിന്നും അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മടങ്ങി എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. അപ്പൊ ഇബ്നു ഹജറിന്റെ കൗലാണ് ഞാൻ പറഞ്ഞത്. ഇബ്നു ഹജർ പറയണ ഖദ് സബഖ ബയാനുൽ ഇഖ്തിലാഫി, ഖിലാഫിനെ സംബന്ധിച്ചുള്ള വിശദീകരണം ബയാന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫി അയ്യ റജുലൈൻ അഫ്ദലു ബഅദ അബീ ബക്കറിൻ വ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശേഷം അഫ്ദൽ ആരാണ്? ഉസ്മാൻ ഔ അലി? ഉസ്മാനാണോ അലിയാണോ റളിയല്ലാഹു അൻഹു? വഅന്നൽ ഇജ്മാ ഇൻ അഖദ ബി ഉഖറ, അവസാനമായിട്ട് ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ടായിട്ടുണ്ട് ബൈന അഹ്ലുസുന്ന, അഹ്ലുസുന്നത്തിനിടയിൽ അന്ന തർതീബഹും ഫിൽ ഫദ്ലി, ഫദ്ലിന്റെ കാര്യത്തിലുള്ള അവരുടെ തർതീബ് ഏതുപോലെയാണ് വരേണ്ടത്? കതർതീബിഹിം ഫിൽ ഖിലാഫത്തി, ഖിലാഫത്തിന്റെ കാര്യത്തിലുള്ള തർതീബ് പോലെ തന്നെയാണ് എന്നുള്ളതിൽ അഹ്ലുസുന്നത്തിന്റെ ആളുകൾ ഏകോപിച്ചിട്ടുണ്ട്. നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഇത്തഫഖ അഹ്ലുസുന്ന അലാ അന്ന അഫ്ദലഹും അബൂബക്കറിൻ സുമ്മ ഉമർ, അതിൽ അഭിപ്രായമല്ല. വഖാല ജംഹൂറുഹും, അഹ്ലുസുന്നത്തിൽപ്പെട്ട ജംഹൂറും പറഞ്ഞു സുമ്മ ഉസ്മാൻ സുമ്മ അലി. പിന്നെ അതിൽ തർക്കിക്കേണ്ട കാര്യമില്ല. വേറെ അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ ഇത്, എല്ലാ അഖീദന്റെ ഗ്രന്ഥങ്ങളിലും ഇത് വന്നിട്ടുണ്ട്. നിങ്ങൾ അഖീദത്ത് തഹാവിയ അല്ലെങ്കിൽ പിന്നെ മറ്റേ മഖ്ദിസിന്റെ ഗ്രന്ഥം എന്താണ് മദീന ഖലീഫയിൽ പഠിപ്പിച്ചിരുന്നത്, ചില സമയത്ത് ചില പേരുകൾ കിട്ടില്ല. മറ്റേ ഇബ്നു ഖുദാമന്റെ ഒരു ഗ്രന്ഥം ഉണ്ടല്ലോ, അപ്പോ അതിലൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അഖീദയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഖിലാഫ് ഉണ്ടായിട്ടുള്ളത് തന്നെ ഖിലാഫത്തിന്റെ കാര്യത്തിലല്ല, ഫദീലത്തിന്റെ കാര്യത്തിലാണ്. ആ ഫദീലത്തിലുള്ള ഖിലാഫ് തന്നെ ഇല്ലാതായിട്ടുണ്ട്. പിന്നീട് അഹ്ലുസുന്നത്ത് ഏകോപിച്ചിട്ടുണ്ട് എന്ത്? ഖിലാഫത്തിന്റെ കാര്യത്തിൽ അവരുടെ തർത്തീബ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഫദീലിന്റെ കാര്യത്തിലും അവരുടെ തർത്തീബ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു. ബാക്കി നോക്കി മുആവിയ റളിയല്ലാഹുവിന്റേത് ഞാൻ പറഞ്ഞുതരാം. അതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമുക്കൊക്കെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുണ്ട്. സുമ്മ ബഅദ ഹൗലാഇൽ അർബഅ, പിന്നീട് ഈ നാലാളുകൾക്ക് ശേഷം. അപ്പൊ ഈ നാലാളുകളെ കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞു. ഇനി ഈ നാലാളുകൾക്ക് ശേഷം ഇപ്പൊ പറഞ്ഞത് മനസ്സിലായല്ലോ. അതിൽ ക്ലിയർ ആകാത്തത് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ നാലാളുകൾക്ക് ശേഷം ബഖിയത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, പിന്നീട് ശ്രേഷ്ഠരാരാണ്? സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ. അല്ലദീന ഷഹിദറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ജന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫകാനു യസീറൂന ഫിൽ അർളി വന്നാസു യഅലമൂന അന്നഹും മിൻ അഹ്ലിൽ ജന്ന, അവർ ഭൂമിയിലൂടെ അങ്ങനെ നടക്കും. ജനങ്ങൾക്ക് അറിയാമായിരുന്നു ഇവരൊക്കെ എന്താണ്? സ്വർഗാവകാശികളാണ്. അല്ലെ? ഈ ദുനിയാവിലൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യത, അവർ ഭൂമിയിലൂടെ അങ്ങനെ നടക്കുക. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ സ്വർഗത്തിലാണ്. വഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അബൂബക്കറിൻ ഫിൽ ജന്ന വ ഉമറു ഫിൽ ജന്ന വ ഉസ്മാൻ ഫിൽ ജന്ന വ അലിയും ഫിൽ ജന്ന ഹൗലാഇൽ അർബഅ, ഈ നാലാൾക്കാർ. വ ത്വൽഹത്തു ഫിൽ ജന്ന വ സുബൈറു ഫിൽ ജന്ന വ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഫിൽ ജന്ന വ സഅദ് ഫിൽ ജന്ന. യാനി സഅദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു അബി വഖാസ്, സഅദ് ബിൻ അബി വഖാസ്. വ സഈദും ഫിൽ ജന്ന, സഈദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഈദ് ബിൻ സഈദ്. വ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് ഫിൽ ജന്ന. 10 ആൾക്കാർ. ഈ 10 ആൾക്കാരാണ് പിന്നീട് സ്വഹാബികളിൽ ശ്രേഷ്ഠർ. ആ 10 ആളുകളിൽ തന്നെ ശ്രേഷ്ഠരാണ് ആര്? 4 ആൾക്കാർ. വഅഫ്ദലുൽ അശ്റതി ബഅദ സലാസ, അപ്പൊ ആ 3 ആളുകൾക്ക് ശേഷം വൈൻഷീത്തക്കുൽ ബഅദൽ ഇസ്ന, അല്ലെങ്കിൽ 3 ആളുകൾ എന്ന് പറയേണ്ട, 2 ആളുകൾക്ക് ശേഷം എന്ന് പറഞ്ഞാലും തകരാറൊന്നുമില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഅദ അബീ ബക്കറിൻ വ ഉമർ അഹ്ലു ശൂറ അല്ലദീന ഇഖ്തസം ഉമർ റളിയല്ലാഹു അൻഹു വഅർളാഹ്. ഈ 10 ആൾക്കാരിൽ തന്നെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ അഹ്ലു ശൂറയാണ്. ഉമർ റളിയല്ലാഹു തെരഞ്ഞെടുത്തിട്ട അഹ്ലു ശൂറ, ഉസ്മാൻ, അലി, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്, സുബൈർ ബിൻ അബ്ബാം, തുൽഹത്ത് ബിൻ ഉബൈദില്ലാ, ഹൗലായി സിത്ത, ഈ 6 ആൾക്കാർ. ഇവരാണ് അസ്ഹാബു ശൂറ. അത് മനസ്സിലായല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോ അടുത്ത ഖലീഫ ആരായിരിക്കണം അത് തീരുമാനത്തിലെത്തിക്കാൻ 6 ആളുകളെ തെരഞ്ഞെടുത്തു. ആ 6 ആളുകളെ കുറിച്ചാണ് ചരിത്രത്തിൽ എന്തറിയപ്പെടുന്നത്? അസ്ഹാബു ശൂറ. ആ ഷൂറായിൽ ആരുണ്ട്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, പിന്നെ വേറെ 4 ആൾക്കാർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്, സുബൈർ ബിൻ അബ്ബാം, തുൽഹത്ത് ബിൻ ഉബൈദില്ലാ. മൊത്തം 6 ആൾക്കാർ. ആ 6 ആൾക്കാരുടെ തീരുമാനം നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു. അവരുടെ ഷൂറക്ക് അടിസ്ഥാനത്തിലായിരിക്കണം അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ 6 ആൾക്കാരെ ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചതാണ്. അഫ്ദലുഹും ഉസ്മാൻ, 6 ആൾക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ദല് ശ്രേഷ്ഠൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. സുമ്മ അലി റളിയല്ലാഹു അൻഹു, പിന്നീട് അലി റളിയല്ലാഹു അൻഹു. സുമ്മ ബഖിയത്തുൽ അർബഅ, പിന്നീട് ബാക്കി 4 ആളുകൾ. കാരണം ലിഅന്ന മുബശ്ശിറൂന ബിൽ ജന്ന, കാരണം അവർ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളാണ്. വഖ്തസഹു ഉമർ റളിയല്ലാഹു അൻഹു ബിൽ അഹ്കിയത്തി ബിൽ ഖിലാഫ,
അവരെല്ലാവരെയും റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തത് എന്താണ്? അവർ ഖിലാഫത്തിന് അർഹരാണ് എന്നുള്ളതിലാണ്. വജഅല ശൂറ ബൈനഹും, എന്നിട്ട് അവരോട് ശൂറ കൂടാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ആ ശൂറ കൂടിയിട്ട് ആ 6 ആളുകളിൽ ഒരാളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് റളിയല്ലാഹു അൻഹു അവരോട് കൽപ്പിച്ചു. ഒരാളെന്താ? അസ്ഹാബു ശൂറ. അപ്പൊ ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു, പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പിന്നീട് അലി റളിയല്ലാഹു അൻഹു, പിന്നീട് അഹ്ലു ശൂറയിൽപ്പെട്ട ആളുകൾ, പിന്നീട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കിയുള്ള ആളുകൾ, ആ ബാക്കി വരുന്ന ആൾക്കാർ. ഇങ്ങനെയാണ് സഹാബത്തിന്റെ ഇടയിലുള്ള ഫദ്ല് വരിക. ഇതൊക്കെ എണ്ണി പറയുന്നത് എന്തിനാ? അഹ്ലുസുന്നത്തിന്റെ അഖീദയ്ക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ട്. റവാഫിദുകൾ, ഷിയാക്കൾ, അതേപോലെ തന്നെ ഖവാരിജുകൾ. അവരൊന്നും ഈ ഫദ്ല് അംഗീകരിക്കണല്ലോ. സഹാബികളെ കാഫിറാക്കുന്ന ആളുകളാണ്. അപ്പൊ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അതിൽ പറയാനുണ്ട്, ഞാനത് പറഞ്ഞുതരാം. അപ്പോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ പറഞ്ഞു. അതിൽ തന്നെ 6 ആളുകൾ അസ്ഹാബ് ശൂറ, പിന്നെ അതിൽ തന്നെ 4 ആളുകൾ, പിന്നെ അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഫദ്ല്. സുമ്മ അഹ്ലു ബദർ. അതിനുശേഷം ആരാണ്? ബദറിൽ പങ്കെടുത്ത ആൾക്കാർ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാർ. അവർക്ക് അവരുടേതായ ശ്രേഷ്ഠതകളുണ്ട്. ഫൈനല്ലാഹു തആല അലാ അഹ്ലി ബദർ. അത് ഒരു ഹദീസിന്റെ ബാക്കി ഭാഗമാണ്. അഹ്ലു ബദറിന്റെ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഖാല, അവരോട് പറഞ്ഞു, യഅമലൂ, നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഫഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. അത് ഹദീസാണ്. ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസാണ്. അബൂ ദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, അഹ്മദ് മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹു ബദറിൽ പങ്കെടുത്ത ആൾക്കാരോട് പറഞ്ഞു, യഅമലൂ, നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് പ്രവർത്തിച്ചു കൊള്ളുക, ഫഖദ് ഗഫർതു ലക്കും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കും. അപ്പൊ അതിനുശേഷം ഈ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ. അവർക്ക് പല വിധത്തിലുള്ള ഫദലുകൾ ഉണ്ട് എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ ബുഖാരിന്റെ മുസ്ലിമിന്റെ ഒക്കെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, അള്ളാഹു പറഞ്ഞതായിട്ട്, യഅമലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്തു കൊള്ളുക, ഫഖദ് വജബത് ലക്കുമുൽ ജന്ന, തീർച്ചയായും നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കും. ഇത് സഹാബികളോട് അള്ളാഹ് പറഞ്ഞു എന്നാണ്. വേറെ ഒരുപാട് ഹദീസുകൾ ഇവരെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പിന്നീട് നമുക്ക് പോകാം. നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് ഹാത്തിബ് ബിൻ അബീ ബൽത റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം വളരെ പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പ് ആ സംഭവം അറിയാലോ. ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഒരു എഴുത്ത് കൊടുത്തയച്ച സംഭവം. അതൊരു പെണ്ണിന്റെ അടുത്ത് നിന്ന് പിടിച്ചു. അപ്പോ അത് കൊടുത്തയച്ചത് ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വാളൂരിന്നാണ് ആരെ? ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ തല വെട്ടുന്നതിന് വേണ്ടി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, അദ്ദേഹം ബദറിൽ പങ്കെടുത്താൽ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞു എന്നാണ്. ഞാൻ ആ ഒരു ഭാഗം മാത്രം വായിച്ചുതരാം. ഉമർ റളിയല്ലാഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ദഅനി അദ്രിബ് ഉൻക ഹാദൽ മുനാഫിഖ്, ഇവന്റെ തല ഞാൻ എടുക്കാൻ പോവാണ്, ഈ മുനാഫിക്കിനെ എനിക്ക് വിട്ടു തന്നാലും. ആരെ? ഹാത്തിബ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു രോഷത്തോടു കൂടി പറഞ്ഞു എന്നാണ്, ഇവന്റെ തല ഞാൻ എടുക്കാൻ പോവാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ഖദ് ഷഹിദ ബദർ. ഹാത്തിബ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത ആളാണ്. അവരെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, യഅമലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും എന്ന് അള്ളാഹ് അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇത് ബുഖാരിന്റെ റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഹാത്തിബ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത ആൾ. പിന്നീട് അദ്ദേഹം ചെയ്യാനുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിനെ സഹാബത്തിനെ ചതിച്ചതൊന്നുമല്ല, അതിന്റേതായ വിശദീകരണങ്ങൾ വേറെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ അവിടെ ആ സഹാബിനെ പ്രതിരോധിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? അദ്ദേഹം ബദറിൽ പങ്കെടുത്തത്. കാരണം ബദർ നടക്കുന്നത് അങ്ങനെയാണ്. മദീനത്ത് വന്നതിന് ശേഷം ശത്രുക്കളുമായിട്ടുണ്ടാക്കിയ ഒന്നാമത്തെ യുദ്ധമാണ് ബദർ യുദ്ധം. ആദ്യത്തെ യുദ്ധം റമളാനിലാണ് ബദർ യുദ്ധം നടന്നത്. അപ്പൊ അതിന്റേതായ യോഗ്യത ഉണ്ട്, അതിന്റേതായ ഫളലുണ്ട്. അപ്പൊ ഈ 10 ആളുകൾക്ക് ശേഷം ബദറിൽ പങ്കെടുത്ത ആളുകളാണ്. ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാം, വാഹിൽ ബദരിൻ മിൻഹും മുഹാജിറൂൻ വ മിൻഹും അൻസാർ, അവരിൽ തന്നെ മുഹാജിരികളുണ്ട്, അൻസാറുകളുണ്ട്. വൽ മുഹാജിറൂന മിൻഹു അഫ്ളൽ മിനൽ അൻസാർ, സംശയമൊന്നുമില്ല അൻസാറുകളെക്കാൾ ഫളൽ ആർക്ക് തന്നെയാണ്? ബദർ യുദ്ധത്തിൽ 2 കൂട്ടരുണ്ടല്ലോ, മുഹാജിരികളുണ്ട്, അൻസാറുകളുണ്ട്. ആ അൻസാറുകളെക്കാൾ ശ്രേഷ്ഠത ആർക്കാണ്? മുഹാജിരികൾക്കാണ്. അൽ മുഹാജിറൂന മിൻ അഹ്ലി ബദരിൻ അഫ്ളൽ മിനൽ അൻസാർ വദാലിക ലിവജ്ഹിൻ. അത് 2 കാരണങ്ങളുണ്ട്. അൻസാറുകളെക്കാൾ പിന്നെ ശ്രേഷ്ഠത മുഹാജിറുകൾക്ക് കിട്ടാനുള്ള 2 കാരണങ്ങൾ. ഒന്ന്, അന്നൽ മുഹാജിരീൻ അസ്ബഖു ഈമാൻ, ആദ്യം ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നത് ആരാണ്? മുഹാജിരികളാണ്. ആ ഫദൽ മുഹാജിരികൾക്ക് ഉണ്ടല്ലോ. അന്നഹു ഫി നുസൂസി യുഖദ്ദിമുൽ മുഹാജിറൂന അലൽ അൻസാർ, മാത്രമല്ല നസ്സുകളിൽ, അതായത് ആയത്തുകളിലും ഹദീസുകളിലും അൻസാറുകളെക്കാൾ മുന്തിച്ചു പറഞ്ഞിട്ടുള്ളത് ആരാണ്? മുഹാജിറുകളെയാണ്. ആ 2 കാരണങ്ങൾ കൊണ്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അൻസാറുകളെക്കാൾ ഫദൽ ആർക്കുള്ളത്? അത് മുഹാജിറുകൾക്ക് തന്നെയാണ് ഉള്ളത്.
സുമ്മ തഫ്ദീലു ബൈനൽ മുഹാജിരീന ബിഹസബിൽ ഹിജ്റതി വസ്സബ്ഖി. പിന്നീട് അപ്പൊ അൻസാറുകളും മുഹാജിറുകളും, അതിൽ മുഹാജിറുകൾക്ക് ഫضല്. ആ മുഹാജിരിങ്ങളിൽ തന്നെ ഹിജ്റക്കനുസരിച്ച്, അതേപോലെ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനനുസരിച്ച് ആ മുഹാജിറുകൾക്കിടയിൽ തന്നെ ഫضലുണ്ട്. മനസ്സിലാണ്ടല്ലോ. നഖൂലുൽ മുഹാജിറൂന അഫ്ളൽ. അത് ക്ലിയർ ആവില്ല, നമ്മൾ ക്ലാസ് തുടരണം. നമ്മൾ പറയുന്നത് നഖൂലുൽ മുഹാജിറൂന അഫ്ളൽ, മുഹാജിരിങ്ങളാണ് എന്താ അഫ്ളൽ. സുമ്മ തഫ്ദീലു ബൈനൽ മുഹാജിരീന ബിഹസബിൽ ഹിജ്റതി വസ്സബ്ഖി. പിന്നീട് ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നതിനനുസരിച്ചിട്ട്, അതേപോലെ ഹിജ്റ പോയതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും? മുഹാജിരിങ്ങൾക്കിടയിൽ തന്നെ എന്തുണ്ടാവും? ഫضലുണ്ടാവും. സുമ്മ അഹ്ലു ബൈഅത്തി റിദ്വാൻ അല്ലദീന റളിയല്ലാഹു അൻഹു. പിന്നീട് ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്ത ആൾക്കാർ. ഏതാണ് ബൈഅത്ത് റിദ്വാൻ? ഏതാണ് ബൈഅത്ത് റിദ്വാൻ? ഏതാണ്? യെസ്, ഹുദൈബിയ സന്ധി. അതിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഉംറ ചെയ്യുന്നതിന് വേണ്ടി പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംഭാഷണത്തിന് വേണ്ടി അയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത പരന്നു. അപ്പൊ സഹാബികളെല്ലാവരും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തു മരണം വരെ പോരാടാൻ തീരുമാനിച്ചു. അതാണെന്ത്? ബൈഅത്ത് റിദ്വാൻ. ആ മരത്തിന്റെ അടുത്ത് വെച്ചിട്ട്. പിന്നീട് ആ റിദ്വാനിൽ പങ്കെടുത്ത, ആ ബൈഅത്തിൽ പങ്കെടുത്ത ആളുകൾക്കാണ് എന്തുള്ളത്? ശ്രേഷ്ഠത. അവരെ സംബന്ധിച്ചും ഹദീസുകൾ ധാരാളക്കണക്കിന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആയത്തും വന്നിട്ടുണ്ട്, അല്ലെ? സൂറത്തുൽ ഫത്ഹിലെ ആയത്ത്. ബൈഅത്തിൽ റിദ്വാനിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞത് എന്താ? ലഖദ് റളിയല്ലാഹു, അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ച് വഹി ഇറക്കി. അൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ, ഇത് യുബായിഊനക തഹ്ത ഷജറത്തി, ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് അവർ നിന്നോട് കരാർ ചെയ്ത, ബൈഅത്ത് ചെയ്ത സന്ദർഭം. ആ മുഅ്മിനീങ്ങളെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആയത്താണ്. അവരുടെ ഫضൽ അംഗീകരിച്ചുകൊണ്ട് വഹി ഇറങ്ങാണ്. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാ പറയുന്നത്. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്തുമാത്രം വലിയൊരു ഫضലാണ്, എന്തുമാത്രം വലിയൊരു അംഗീകാരമാണ്. റളിയല്ലാഹു എന്ന് പറഞ്ഞത് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോ സൂറത്തുൽ ഫത്ഹിന്റെ വിശദീകരണം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളുണ്ട്. ആ ഹദീസുകളെ അതിലൊരു ഹദീസ് പിന്നെ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൻ നാറ, നരകത്തിൽ പ്രവേശിക്കുകയില്ല, മിൻ അസ്ഹാബി ഷജറത്തി അഹദുൻ. കണ്ടോ? അസ്ഹാബു ഷജറത്തിൽപ്പെട്ട ഒരാൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഇതൊരു ഫضലാണ്, ഇതൊരു യോഗ്യതയാണ്. അസ്ഹാബു ഷജറിൽപ്പെട്ട ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് ഹദീസാണ്, മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നതാണ്. അസ്ഹാബു ഷജറത്താരാണ്? ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ഈ റിദ്വാൻ അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ ബൈഅത്തിൽ പങ്കെടുത്ത ഒരാൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത് ഇത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. മനസ്സിലാക്കണം, വഹീന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ആ വിഷയത്തിൽ അവരുടെ ഫضലുകളും പറഞ്ഞിട്ടുള്ള ഹദീസുകൾ ധാരാളം കണക്കിന് കാണാം. അതേപോലെ തന്നെ ആയത്തിന്റെ തഫ്സീറുകളൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സുമ്മ അഹ്ലു ബൈഅത്തി റിദ്വാൻ അല്ലദീന റളിയല്ലാഹു അൻഹു സുമ്മ ബഖിയത്തുസ് സഹാബ. ബൈഅത്തി റിദ്വാനിന് ശേഷം പിന്നീട് ബാക്കിയുള്ള സഹാബികൾ. മനസ്സിലാണ്ടല്ലോ. അപ്പൊ അതിന്റെ തെർത്തീബ് അങ്ങനെയാണ്. ആ തെർത്തീബ് അങ്ങനെ തന്നെ മനസ്സിലാക്കി പോരണം. ആ തെർത്തീബ് അങ്ങനെ തന്നെ മനസ്സിലാക്കി പോരണം. ഇനി ഇതിനെതിരായിട്ടുള്ള അഖീദ പറയുമ്പോഴാണ് നമുക്ക് അഹ്ലു സുന്നത്തിന് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് മനസ്സിലാകുക. ഇതിനെതിരായിട്ടുള്ള അഖീദ സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ട്. മനസ്സിലാണ്ടല്ലോ. ഹാദാ തർത്തീബു സ്വഹാബത്തി ഫിൽ ഫളി വതഫ്ളീലുഹും ലാ ശക്ക ഫീഹി. അതിന്റെ തെളിവ് പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു. തൗബയിലെ 100-ാമത്തെ ആയത്ത്. ഈ ആയത്തിലുള്ള തെളിവെന്താ? ഫഖദ്ദമല്ലാഹു അസ്സ വജല്ല അസ്സാബിഖീനൽ അവ്വൽ വഖദ്ദമൽ മുഹാജിരീന അലൽ അൻസാർ. ഇവിടെ ആദ്യം പറഞ്ഞത് ആരാണ്? മുഹാജിറുകളെയാണോ അൻസാറുകളെയാണോ ആദ്യം പറഞ്ഞത്? അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ വൽ അൻസാർ. ഉണ്ടോ? അപ്പൊ അവിടെ മുഹാജിരീങ്ങൾക്കാണ് കൂടുതൽ ഫضലുള്ളത്. സുമ്മൽ ഫضല ബിത്തിബാഇഹിം ബിഇഹ്സാൻ. വഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസുബ്ബു അസ്ഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ സ്വഹാബത്തിനെ ചീത്ത പറയരുത്, എന്റെ സ്വഹാബത്തിനെ ചീത്ത പറയരുത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്.